മയണൈസ് അടിക്കുന്ന വീഡിയോയാണ്. ഇതാരും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കില്ല. അപ്പം ഞാനും പഠിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ പഠിച്ചതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. നമുക്ക് ബ്രെഡ് പോക്കറ്റ്, സാൻഡ്വിച്ച്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ, ബർഗർ, അങ്ങനെയുള്ള എല്ലാം ചെയ്യണമെങ്കിൽ ഈ മയണൈസ് നമ്മൾ അടിക്കണം. അത് നമ്മൾ അടിക്കാൻ കരുതി 4 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഒരു ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയില്ല, ഇത് കറക്റ്റ് ചെയ്ത് പരിചയമില്ലാതെ ചെയ്യുകയും ചെയ്തു. ഈ ഓയിൽ ഒഴിക്കുന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ 2 മുട്ടയ്ക്കാണ് അടിക്കുന്നത്. ഈ മിക്സി ഓണാക്കുമ്പോഴേ പവറിൽ ഒറ്റ പവറേ ഇടാവൂ, ഒരു സ്റ്റെപ്പ്. അങ്ങനെ ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ പവർ ഓൺ ചെയ്താണ് അടിക്കേണ്ടത്, ഒറ്റ പവർ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സൺഫ്ലവറിൻ്റെ ഓയിലും ഇതുമായിട്ട് നമുക്ക് മിക്സായി കിട്ടണം. അപ്പം നമ്മൾ നിലവിൽ 2 മുട്ടയിട്ട്, വെളുത്തുള്ളി ഇട്ട്, പഞ്ചസാര ഇട്ട്, ഉപ്പിട്ട്, ഇനി അടുത്ത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ വളരെ കുറേശ്ശെ ഒഴിക്കുക, വളരെ കുറേശ്ശെ ഒഴിച്ചിട്ട് അടിച്ച് പിടിപ്പിക്കുന്നതാണ്. അത് അടിക്കുമ്പോൾ മിക്സിയുടെ ജാറിൻ്റെ പുറത്തുള്ള ഈ ഹോള് പൊത്തിപ്പിടിക്കണം. കാരണം ഇതിനകത്ത് എയർ വേറെ കയറാൻ പാടില്ല. അത് അവിടെ ഇരിക്കുന്നു. ഓയിൽ വളരെ കുറച്ചേ ഒഴിക്കാവൂ. ഇത് കണ്ടോ, വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് അടിച്ച് സെറ്റായി എടുക്കണം. ഓയിൽ കൂടിപ്പോയി ഇത് ലൂസായി നമ്മുടെ ഈ പാല് പിരിയുന്നത് പോലെ ആയിപ്പോവും. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ലാതായിപ്പോവും. നമ്മൾ എളുപ്പം കരുതി ഒന്നിച്ച് ഓയിൽ ഒഴിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കിത് ആദ്യം നിന്ന പണ്ടാരി പറഞ്ഞു തരില്ല. വളരെ കഷ്ടപ്പെട്ട് CCTV നോക്കിയാണ് നമ്മളിത് പഠിച്ചത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. അവസാനം നമ്മളിൽ വിനാഗിരി, ഒരു 2 അടപ്പ് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിക്കുന്നത് നമ്മൾ ലൈഫിന് വേണ്ടിയാണ്, ഇത് കേടാവാതെ നിൽക്കാൻ കരുതിയാണ്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒറ്റ റൗണ്ടേ അടിക്കാം. എന്നിട്ട് നമ്മളതിൻ്റെ ക്വാളിറ്റി കാണണമല്ലോ. ഇതാണ് സാധനം. ഓക്കെ, ഇതുപോലെ ഇരിക്കണം മൈനസ്. അടിപൊളി മൈനസാണ്.